ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യണത് ഒരു മെൻസ് വാർഡ്രോബ് ഓർഗനൈസേഷനാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വാർഡ്രോബ് എന്ന് പറയുന്നത് ഒരു മൾട്ടിപർപ്പസ് വാർഡ്രോബാണ്. ഇതിൻ്റെ തന്നെ ഒരു ചെറിയ സെക്ഷനിൽ നമ്മൾ ബെഡ്ഷീറ്റ് കംഫർട്ട്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉള്ളൊരു ചെറിയ സ്പേസാണുള്ളത്. അവിടെ നമ്മൾ ഒക്കേഷണൽ വെയറും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴോട്ടായിട്ട് കുറച്ച് ഡ്രസ്സ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും താഴെ ഒരു കുഞ്ഞു സ്പേസാണ്. അവിടെ കുറച്ച് റാൻഡം സ്റ്റഫാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യണത് ഈ ഒരു ഏരിയ ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇത് ഒരു മെൻസ് വാർഡ്രോബാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓഫീസ് വെയർ ഷർട്ട്സ് ഉണ്ട്, പാൻസ്, ടീഷർട്ട്സ്, അതുപോലെ വീട്ടിലിടുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതല്ല. ഈ ഒരു പാൻറ്റിൻ്റെ മുകളിലാണ് നമ്മുടെ ടീഷർട്ടിൻ്റെ സെറ്റ് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ഒരു കവറിലാണ് നമ്മുടെ ഈ ഒരു ഷോക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ പാൻസും അതിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മുടെ ഷർട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ക്ലോത്തിങ്ങൊക്കെ നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ 2 സെറ്റ് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പെട്ടെന്നൊക്കെ എടുക്കുമ്പോൾ ബാക്കി സ്റ്റാക്ക് ചെയ്തതും കൂടെ മെസ്സപ്പാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ 2 പേരൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വാർഡ്രോബ് ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് കാണാം. അതിനായിട്ട് ഞാനിവിടെ കാർഡ്ബോർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ സെയിം സൈസിലെ കുറച്ച് കാർഡ്ബോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഇന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ വണ്ടിയിൽ കൊണ്ടുവരാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു കാർഡ്ബോർഡ് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ നീഡിനനുസരിച്ചിട്ടുള്ള സൈസാണോ എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ ഞാൻ ഈ കാർഡ്ബോർഡൊക്കെ ഇതിൻ്റെ അടിവശം ഒന്ന് സെല്ലോ ടൈപ്പ് വെച്ച് സെക്യൂർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ മേൽഭാഗത്തുള്ള 4 പീസും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ ബാക്കി ബോക്സും കൂടെ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബോക്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വാർഡ്രോബിൻ്റെ സൈസും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ അലൈൻമെൻറ്റ് വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. 3 കാർഡ്ബോർഡ് ബോക്സ് ഇതുപോലെ സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ലെയറിങ് ചെയ്യേണ്ടതാണ്. ലെയറിങ് ചെയ്യാണ്ട് നമുക്കതിൽ വെയിറ്റ് ഹോൾഡ് ചെയ്യുമ്പം ബെൻഡിങ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഡബിൾ ലെയറിങ് 2 സൈഡിലുമായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ബേസ് പാർട്ടൊന്ന് സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ട് ഈ ബോക്സിൻ്റെ ജോയിൻറ്റും കൂടെ ഒന്ന് ടാപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഔട്ട്ലൈനും കൂടെ നമ്മൾ മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ട് തന്നെയാണ് സെക്യൂർ ചെയ്തെടുക്കുന്നത്. മാസ്കിംഗ് ടാപ്പ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഗമ്മൊക്കെ അപ്ലൈ ചെയ്യുമ്പം സ്ലിപ്പായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ബോക്സിൻ്റെ വശങ്ങൾ തമ്മിൽ ഒട്ടിച്ചെടുക്കാവുന്നതാണ് ഗമ്മൊക്കെ വെച്ചിട്ട്. ഇപ്പോൾ ഞാനത് ചെയ്യുന്നില്ല. ഞാൻ സൈഡിലൂടെ ഒരു സെല്ലോ ടാപ്പ് വെച്ചിട്ട് 2 ലെയർ ബാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഓർഗനൈസർ കവർ ചെയ്തും കൂടെ എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ പ്രിൻറ്റഡ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു വാട്ടർ പ്രൂഫ് പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഇതന്നെ എടുക്കണമെന്നില്ല. സാധാരണ ന്യൂസ് പേപ്പറോ ചാർട്ട് പേപ്പറോ എന്തും വെച്ചിട്ട് കവർ ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ ഓർഗനൈസറിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ചാർട്ട് പേപ്പർ വെച്ചിട്ടാണ്. പിന്നെ ബാലൻസ് പ്രിൻറ്റഡ് പേപ്പർ ഞാൻ ആ ഒരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് സൈഡിലും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും പുറംവശമൊക്കെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് നോർമൽ പേപ്പർ വെച്ചിട്ടാണ്. അപ്പോൾ അതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാർഡ്രോബിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടുള്ള ഓർഗനൈസർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ ഒന്ന് ക്ലീൻ ചെയ്തും കൂടെ എടുക്കാം. ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഓർഗനൈസറും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഓർഗനൈസർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്ലോത്തിങ് ഒക്കെ കാറ്റഗറൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എങ്ങനെയാണ് ഒരു മെൻസ് വാർഡ്രോബ് അറേഞ്ച് ചെയ്യണമെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. ക്ലോത്തിങ് അറേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് എല്ലാ ക്ലോത്ത്സും വിസിബിൾ ആവുന്ന രീതിയിലും ഫങ്ഷണൽ ആവുന്ന രീതിയിലും വേണം അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഓഫീസ് വെയർ ഷർട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ നമ്മൾ ഈ ഷർട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് സെക്ഷനിൽ വെച്ച് കൊടുക്കുന്നത് ഓഫീസ് കം കാഷ്വൽ ടീഷർട്ട്സൊക്കെയാണ്. അപ്പോൾ അതും കൂടെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തേർഡ് സെക്ഷനിൽ നമ്മൾ വീട്ടിലിടുന്ന കുറച്ച് ടീഷർട്ട്സൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് ഒക്കേഷണലി യൂസ് ചെയ്യുന്ന വൈറ്റ് മുണ്ടൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ഡെയിലി എടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് തന്നെയാണ് ഞാൻ ഓഫീസ് വെയർ പാൻസൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓർഗനൈസർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്ലോത്ത്സൊക്കെ നല്ല രീതിയിൽ തന്നെ കാറ്റഗറൈസ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഹാങ്ങിങ് കൂടെ ചെയ്യാവുന്നതാണ്. അതിനുള്ള സ്പേസും കൂടെ നമുക്കവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ താഴെയായിട്ട് മാത്രമാണ് നമ്മൾ ക്ലോത്ത്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ബോക്സിൽ നമ്മുടെ കുഞ്ഞു ഗാർമെൻറ്റ്സൊക്കെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു എംറ്റി ബാസ്ക്കറ്റും കൂടെ നമ്മുടെ വാർഡ്രോബിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാർഡ്രോബ് എപ്പോഴും നീറ്റായിട്ട് തന്നെ കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിനി അയൺ ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അയൺ ചെയ്യാനൊക്കെ സമയമില്ലെങ്കിൽ ഈ ഒരു ബാസ്ക്കറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അയൺ ചെയ്യാൻ നേരത്ത് ആ ഒരു ബാസ്ക്കറ്റ് മാത്രം എടുത്താൽ മതിയാകും. ഇത് നമ്മുടെ ഓർഗനൈസറിൻ്റെ മുകളിലും കൂടെ ഒന്ന് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ വെയിറ്റൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസർ തന്നെയാണ്. അപ്പോൾ ഇത്രയും ക്ലോത്ത്സൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാം ഒരു ബെൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. എല്ലാവർക്കും സീറോ കോസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓർഗനൈസറും കൂടിയിട്ടാണിത്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്